എന്താ ആരും അങ്ങോട്ടും പോകുന്നില്ല, എല്ലാരും വീണ്ടാതിരിക്കാണ്. ടക്കറുണ്ട്, ബസ്സുണ്ട്. ഓ അങ്ങനെ ടക്കറൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴുണ്ടോ? ഈ ലോക്കൽ റൂട്ടിലൊക്കെ ഉണ്ട്. ഈ എപ്പോഴും അത് ഈ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. കാഞ്ഞിരംകുളം, അല്ല കാട്ടാക്കട, നെയ്യാറ്റിൻകര, ബാലരാമപുരം ഈ ഏരിയ മാത്രമേ ടക്കർ. വേറെ എങ്ങുമില്ല. അതിപ്പോഴും ഉണ്ട്. അത് സർക്കാർ നിയന്ത്രിക്കുന്നില്ല. അതൊരു പന്ന പരിപാടിയാണല്ലോ, അത് നിർത്തിക്കണമല്ലോ. ഈ ലോക്കൽ ഏരിയ, ഔട്ടർ ഏരിയകളായതുകൊണ്ട് ചിലപ്പം പാലാർത്ത് വയ്ക്കും, ചിലപ്പോൾ അപ്പം ടക്കറുണ്ട്. അവർ മാറിയതും ടക്കറുണ്ട്. ഓ അങ്ങനെ പിടിക്കും, ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്. സന്തോഷം കാണാം. ഓട്ടോ ഒക്കെ കിട്ടി കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. ഇത് ബാലരാമപുരം വഴിമുക്കാണ്. തിരക്കാണ് ബാലരാമപുരം വഴിമുക്ക്. ബാലരാമപുരത്തെ തിരക്ക് നമ്മൾ കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ നിന്ന് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴി, അത് നെയ്യാറ്റിൻകര, ഇത് ബാലരാമപുരം. ഇവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും വലിയ വലിയ കടകൾ ധാരാളം ഇവിടെ കാണാം. അപ്പുറത്തെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുള്ള കേന്ദ്രമാണ്. പക്ഷേ തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ ഒരു മാർഗ്ഗമില്ല. ഒരുപാട് ആളുകൾ തിങ്ങി തിരക്കുന്ന, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ ബാലരാമപുരം. വഴിമുക്ക് വഴിയാണ് അവിടെ എത്തിച്ചേരുന്നത്. എന്തോ ഒരു തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഞാൻ ഈ വഴിമുക്കിൻ്റെ വിശേഷങ്ങളൊന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. ഇത് വഴിമുക്കല്ലേ? ഭയങ്കര തിരക്കാണ് ഈ സമയത്ത്. തിരക്കുണ്ട്. എന്താണ് ഇത്ര തിരക്ക് ഈ വഴിമുക്കിൽ വരാൻ? വഴിമുക്കിൽ തിരക്കെന്ന് പറഞ്ഞാൽ ബ്ലോക്ക്. അത് അവിടെ നിന്ന് വന്ന വണ്ടി അങ്ങനെ വരില്ല, ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി ബ്ലോക്ക് ആവും. 4 സൈഡ് ബ്ലോക്ക് ആയിരിക്കണം. ഇത് നമ്മളത് വിഴിഞ്ഞം ഇല്ല, ഇത് പോവാറ് കാഞ്ഞിരംകുളം ഇതൊരു എല്ലായിടത്തും കൂടെ വന്ന് ചേർന്ന ഒരു ജംഗ്ഷനാണ്. പക്ഷേ ഇവിടെ വേണ്ടുന്ന വികസനം ഇല്ല. ഇവിടെ റെഡിയാവും. റോഡെല്ലാം വീതി കൂടുന്ന സമയത്ത് റെഡിയാവും. പക്ഷേ കുറെ കാലമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കില്ലേ നിങ്ങൾ? ഒരു ഓട്ടം പോകില്ല. ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഇടയ്ക്ക് കൂടെ കയറ്റി കൊണ്ടുപോകാം അല്ലേ? എന്നാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. എന്നാലും ഒരു പരുവത്തിനൊക്കെ എന്ത് പേരെന്തായിരുന്നു? എൻ്റെ പേര് കലാം. ഞാനിങ്ങനെ നേരത്തെ വരിക, ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടു കേട്ടൊക്കെ പോവാണ്. CID ഈ വരവ് കണ്ടപ്പോഴേ ഈ രഹസ്യം ഒന്ന് ചോദിച്ചിക്കൊണ്ട് പോകാന്നുള്ളത്. ഞാനിങ്ങനെ ഈ സ്ഥലങ്ങൾ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ നമ്മൾ ഇവിടുത്തെ വഴിമുക്കിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാൻ വന്നതാണ്. പേരെന്താണ്? ഞാൻ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടു പോകുന്ന കൂട്ടത്തിൽ അപ്പോൾ വഴിമുക്ക്, ബാലരാമപുരം, നെയ്യാറ്റിൻകര, വഴിമുക്കിൽ ഭയങ്കര തിരക്ക്. ഏത് സമയത്ത് വന്നാലും തിരക്ക്. അതിന്റെ തുടർച്ചയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് കയറുന്നത്. അത് ഇവിടെ ഒരു റൗണ്ട് അപ്പ് ഇല്ല. അതിനാരും ചുറ്റത്തില്ല. അതിനാരും ചുറ്റത്തില്ല അല്ലേ? അതിലേക്കിടെ ഇങ്ങോട്ടേക്കിടെ ഫോട്ടോ വിടുകയാണ്. അതെന്റെ അച്ഛനാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നത് കേൾക്കാൻ വന്നത്. ഞങ്ങളിങ്ങനെ വഴിവെക്കി കാണുന്നവരുമായിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷക്കാർക്കാകുമ്പോഴത്തേക്ക് ഈ റോഡിലെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇതിന്റെ ആളുകളാണല്ലേ? നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാനിങ്ങനെ ഈ സ്ഥലങ്ങൾ കണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് നേരിട്ട് ഇങ്ങനെ ബാലരാമപുരത്തേക്ക് വരിക. ഈ വഴിമുക്കിൽ എപ്പോൾ നോക്കിയാലും ഭയങ്കര തിരക്കാണ്. റോഡിന്റെ വീതി കൂട്ടാത്തതിന്റെ പ്രശ്നമാണ്. പക്ഷേ ഇത് വളരെ സ്ലോ ആയി പോകണം. നമ്മുടെ പ്രാവച്ചമ്പലം വഴി നല്ല നമ്മളെ ഈ ബാല ജംഗ്ഷൻ വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് അതെ അങ്ങോട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ സ്ലോ ആവുന്നത്? അല്ല പണിയുടെ ഇതും വണ്ടിയുള്ള അല്ല അവിടം വരെ കൊണ്ട് പണി നിർത്തിയിരിക്കുകയാണ്. അവിടെ നിർത്തി അടുത്ത തുടങ്ങും. അടുത്ത ഘട്ടം ഇങ്ങോട്ടാണ്. അടുത്ത വഴിമുക്ക് വരെ വരും. വഴിമുക്കിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? ഈ വഴിമുക്ക് എന്നുള്ള പേര് എങ്ങനെ വന്നു? ഈ സ്ഥലത്തിന്റെ അതന്നെ, അതെങ്ങനെ ആ ഒരു പേര് വഴിമുക്ക് എന്നുള്ളത്? ബാലരാമപുരം കല്ലമ്പലം വഴിമുക്കാണ്. അങ്ങനെ ഒരു പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ നാടിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വലിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബിസിനസ്സാണ് ഇവിടെ. വേറെ പ്രത്യേകത എന്താണ് വഴിമുക്കിൻ്റെ? ഹോട്ടലുകളോ? ഫുഡുകൾ കഴിക്കാം. വേണ്ടതും എല്ലാം കഴിക്കാം അല്ലേ? ഇപ്പൊ കൂടുതൽ അറബിക് ഫുഡുകളാണ്. തിരക്കൊന്നും എല്ലാം മണ്ഡപം 4-5 മണ്ഡപമുണ്ട്.
കല്യാണം മണ്ഡപത്തെ കല്യാണം ആകുമ്പോഴാണ് ഭയങ്കര തിരക്ക്. വണ്ടി അങ്ങോട്ട് അനങ്ങാക്കൂല. ഇന്ന് ശനി ഞായറാണ്ടാണ് തിരക്ക് കുറവ്. അല്ല ഞായറാഴ്ച പൊതുവെ കല്യാണമുള്ള അത് നാളെ ഒന്ന് നോക്കി ഈ സമയം. നാളെ പറഞ്ഞ വണ്ടി അനങ്ങൂല, ഇത്രയും ബ്ലോക്കായിരിക്കും. നിങ്ങളിങ്ങനെ ഓട്ടം പോകുന്നതെന്ന് ഞാൻ ആലോചിക്കും. നമ്മളെ ഓട്ടം ജീവിക്കാൻ കിടക്കണേ, എങ്ങനെയൊക്കെ ഇറങ്ങിയെടുത്തെല്ലാം പോകും. ഇവിടെ ബ്ലോക്ക് ആയി അതുവഴി കിടങ്ങി പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ റൂട്ടും അറിയാമല്ലോ. അതെ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടിയാണത്തെ വഴിയുണ്ടോ? അതാണ് എങ്ങനെയൊക്കെ ഇറങ്ങിയെടുത്ത് പോകും, തിരിഞ്ഞു വരും, അതിലേക്ക് ഇറങ്ങി പോകും. ജഡ്ജ് ബ്ലോക്കിങ് 4 സൈഡിലേക്ക് ഇറങ്ങിയോണ്ട് യാത്രക്കാരെ എത്തിക്കണുണ്ട്. പിന്നെ അത് വേണം. കിടന്ന് അവിടെ കിടക്കാം. അങ്ങനെയുണ്ട് ഓട്ടോ ഓടിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവിടെ പഴയ ഓട്ടങ്ങൾ വളരെ എല്ലാവരും ഇത് തന്നെ പറയുന്നത് പഴയ പോലൊന്നുമില്ല, പഴയ പോലെ വളരെ കുറവ്. എന്താ അങ്ങോട്ട് പോകുന്നില്ല, എല്ലാവരും വീണ്ടാതിരിക്കാണ്. ടക്കറുണ്ട്, ബസ്സുണ്ട്. ഓ അങ്ങനെ ടക്കറൊക്കെ ഇപ്പോഴും ഉണ്ടോ? ടക്കർ ഇപ്പോഴും ഉണ്ടോ? ഈ ലോക്കൽ റൂട്ടിലൊക്കെ ഉണ്ട്. ഈ എപ്പോഴും അത് ഈ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. കാഞ്ഞിരംകുളം അല്ല കാട്ടാക്കട, നെയ്യാറ്റിൻകര, ബാലരാമപുരം ഈ ഏരിയ മാത്രമേ ഉള്ളൂ ടക്കർ. വേറെ എങ്ങുമില്ല. അതിപ്പോഴും ഉണ്ട്. അത് സർക്കാർ നിയന്ത്രിക്കുന്നില്ല. അതൊരു പന്ന പരിപാടിയാണല്ലോ, അത് നിർത്തിക്കണമല്ലോ. ഈ ലോക്കൽ ഏരിയ ഔട്ടർ ഏരിയകളായതുകൊണ്ട് ചിലപ്പം പാലാർത്ത് വയ്ക്കും, ചിലപ്പോൾ അപ്പം ഇവർക്ക് ടക്കറുണ്ട്. അവർ മാറിയതും ടക്കറുണ്ട്. ഓ അങ്ങനെ പിടിക്കും, ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്. പിടിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം കാണാം. ഓട്ടോ ഒക്കെ കിട്ടി കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. എന്താ പേരെന്തായിരുന്നു പറഞ്ഞത്? അസറുദ്ദീൻ. ഓക്കെ. ക്രിക്കറ്റ് കളിക്കത്തില്ലല്ലോ? കളിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം.